വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രി മന്ത്രത്തിലെ ആദ്യാക്ഷരമായ ആദിശക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബ്രഹ്മം ഒന്നാണ്. അതിൽ ക്രീഡാവിലാസാർത്ഥം അഭിലാഷം ഉദിച്ചു ഒന്നിൽ നിന്നും അനേകമാകാൻ അതിന് ആഗ്രഹമുണ്ടായി. ഈ ആശ ശക്തി ആയിത്തീർന്നു. അതിൻ്റെ ഫലമായി ഈ സകല ലോകങ്ങളും പടുത്തുയർത്തപ്പെട്ടു. ജഡചേതനകളെ സൃഷ്ടിക്കുന്നതിനായി പരബ്രഹ്മത്തിലുണ്ടായ അഭിലാഷത്തിന് ബ്രാഹ്മശക്തി എന്ന് പറയുന്നു. അതാണ് ഗായത്രി. സാക്ഷിയും ദ്രഷ്ടാവും നിർവികാരവും നിരുപാധികവും അചിന്ത്യവും നിരാകാരവുമായ ബ്രഹ്മാവ് യാതൊരു ശക്തിയുടെ സഹായത്താലാണോ സൃഷ്ടിരചന നടത്തുന്നത്, അത് ഗായത്രിയാണ്. ഗായത്രി ത്രിപദയാണ്. ഗംഗ, യമുന, സരസ്വതിയുടെ സംഗമം. ഗായത്രി തീർത്ഥരാജനാണ്. ഗായത്രി മന്ത്രരാജനാണ്. സത്, ചിത്, ആനന്ദം, സത്യം, ശിവം, സുന്ദരം, സത്വ, രജ, തമം, ഈശ്വരൻ, ജീവി, പ്രകൃതി, ഭൂലോകം, ഭുവർലോകം, സ്വർലോകം ഇവയുടെ വിസ്തൃതിയാണ് ത്രിപദ. പദാർത്ഥങ്ങളിൽ ഖരം, ദ്രവം, വാതകം, പ്രാണികളിൽ ജലചരം, സ്ഥലചരം, നഭചരം, സൃഷ്ടിയിൽ ഉൽപാദനം, അഭിവർദ്ധനം, പരിവർത്തനം ഇവ ഗായത്രിയുടെ 3 പ്രവർത്തനങ്ങളാണ്. ശൈത്യം, ഗ്രീഷ്മം, വർഷം എന്നീ ഋതുക്കളിലും പകൽ, രാത്രി, സന്ധ്യ എന്നീ കാലങ്ങളിലും മഹാകാലത്തിൻ്റെ ചലനങ്ങളാണ് കാണപ്പെടുന്നത്. പ്രാണാഗ്നി, കാലാഗ്നി, യോഗാഗ്നി എന്നീ രൂപങ്ങളിലും ത്രിപദയുടെ ഊർജമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവുണ്ടായി. ഇത് ഓംകാരമാണ്. ഓംകാരത്തിന് 3 ഭാഗങ്ങളുണ്ട്: ആ, ഓ, മ. ഇതിൻ്റെ 3 വിസ്തൃത രൂപമാണ് ഭൂ, ഭൂവ, സ്വ. ഇതിന് 3 ചരണങ്ങളുണ്ട്. ഇപ്രകാരം ശബ്ദബ്രഹ്മം തന്നെ മുളച്ചു പൊട്ടി ഗായത്രി മന്ത്രം ആയിത്തീർന്നു. പുരാണകഥ അനുസരിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉത്ഭവിച്ച താമരയിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അശരീരിയിലൂടെ അദ്ദേഹത്തിന് ഗായത്രി മന്ത്രം ലഭിക്കുകയും ആ മന്ത്രോപാസന ചെയ്ത് സൃഷ്ടി നടത്താനുള്ള സാമർഥ്യം നേടാൻ ആജ്ഞാപിക്കപ്പെടുകയും ചെയ്തു. ബ്രഹ്മാവ് 100 വർഷം ഗായത്രിയെ തപസ് ചെയ്ത് സൃഷ്ടിരചനയ്ക്കാവശ്യമായ ശക്തിയും സാമഗ്രികളും നേടുകയുണ്ടായി. ശബ്ദബ്രഹ്മത്തെപ്പോലെ തന്നെ ഈ കഥയും ഗായത്രി ആദിശക്തി ആണെന്ന വസ്തുതയാണ് തെളിയിക്കുന്നത്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം എന്നിവയിലൂടെ ലോകത്തെമ്പാടും വിസ്തൃതമായിരിക്കുന്ന വൈചാരിക സമ്പത്തും ഭാവ വൈവിധ്യങ്ങളും ത്രിപദാഗായത്രിയുടെ പരിധിയിൽ ഉൾക്കൊണ്ടതാണ്. ആദിശക്തിയുമായി ബന്ധപ്പെട്ട് സാധകൻ സൃഷ്ടിയുടെ സാമീപ്യത്തിലെത്തുകയും പരബ്രഹ്മത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സകല വൈശിഷ്ട്യങ്ങളും നേടുകയും ചെയ്യുന്നു. പരബ്രഹ്മ ദർശനവും പരബ്രഹ്മത്തിൽ വിലയവുമാണ് ജീവിത ലക്ഷ്യം. ഈ ഉദ്ദേശം ആദിശക്തിയുടെ സഹായം മൂലമാണ് സാധ്യമാകുന്നത്. ആദിശക്തി ഋതംഭര പ്രജ്ഞ ആയിട്ടാണ് സാധകനിൽ അവതരിക്കുന്നത്. അപ്പോൾ സാധകൻ ബ്രഹ്മർഷി ആയിത്തീരുന്നു. മനുഷ്യമൃഗങ്ങളുടെ പ്രവണതകൾ കാമാസക്തി, തൃഷ്ണ, അഹന്ത എന്നിങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളിൽ നട്ടം തിരിഞ്ഞു കഴിയുന്നു. മാനവദേവന്മാരുടെ
അന്തരാത്മാവിൽ നിഷ്ഠ, പ്രജ്ഞ, ഭക്തി എന്നിങ്ങനെയുള്ള ഉന്നത വൈശിഷ്ട്യങ്ങൾ വളരുകയും പരിപക്വമാകുകയും ചെയ്യുന്നു. നിഷ്ഠ എന്നാൽ സൽക്കർമ്മങ്ങൾ, പ്രജ്ഞ എന്നാൽ സദ്ജ്ഞാനം, ഭക്തി എന്നാൽ സദ്ഭാവന. ഇവയുടെ പ്രതിഫലനം തൃപ്തി, തുഷ്ടി, പ്രസന്നത, ശാന്തി എന്നീ രൂപങ്ങളിൽ സാധകന് ലഭിക്കുന്നു. തൃപ്തി എന്നാൽ സന്തോഷം, തുഷ്ടി എന്നാൽ സമാധാനം, ശക്തി എന്നാൽ ഉല്ലാസം. ഈ ഉന്നതതര ഭാവങ്ങൾ ഉദിച്ചു കഴിഞ്ഞാൽ സാധകൻ തൻ്റെ ഭക്തിരസത്തിൽ ആനന്ദനിർവൃതി അനുഭവിക്കുന്നു. ശോകസന്താപങ്ങളിൽ നിന്നും എന്നേക്കുമായി മോചനം ലഭിക്കുന്നു. ആദിശക്തിയെ ശരണം പ്രാപിക്കാൻ വയ്ക്കുന്ന ഓരോ ചുവടും സാധകനെ ഈ വൈശിഷ്ട്യങ്ങളാൽ വിഭൂതിതനാക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.